ഷോമാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. അതേമാതിരി നമുക്ക് ചീര വേണം. നാടൻ ചീരയാണ്, പോട്ടിലുണ്ടായ ചീരയാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ചെറുപയർ പരിപ്പാണ്. പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട് ചെറുത്, അപ്പോൾ ചെറിയ ഉള്ളി, തേങ്ങ, പച്ചമുളക്. ഈ ചെറുപയർ പരിപ്പ് ഒന്ന് ചൂടാക്കിയെടുത്താൽ നല്ലതാണ്. പരിപ്പ് ചേർത്ത് ചീര ചേർത്ത് കൊടുക്കാം, തക്കാളി ചേർത്ത് കൊടുക്കാം, അരച്ച മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. ഇനി മൂടി വെച്ച് വേവിക്കാം. 2 വിസിൽ മതി. തേങ്ങ അരയ്ക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് ജീരകം കൂടി ചേർക്കാം. കുറച്ച് ചെറിയ ഉള്ളി മുറിച്ചതോട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ഇനി അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾക്ക് ശരിയാക്കി എടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളയ്ക്കുന്നത് വരെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റായിരുന്നു. ഉപ്പെല്ലാം പാകത്തിനുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കറിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു വറവിടാം. കടുക് ചേർത്ത് കൊടുക്കാം, വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളുള്ളിയുടെ പൊടി ചേർക്കാണ്. വെള്ളുള്ളിയുടെ പൊടിയാണ്. ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് നമ്മൾക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പരിപ്പ് ചീരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ ചെറുപയർ പരിപ്പ് ചീരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം.